അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെള്ളി വെളിച്ചത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് KIG കുവൈത്ത് സംഘടിപ്പിക്കുന്ന തണലാണ് കുടുംബം എന്ന ക്യാമ്പയിനിൻ്റെ പശ്ചാത്തലത്തിലാണ് എയർ ചെയ്യുന്നത്. രണ്ട് അതിഥികളാണ് സാധാരണ പോലെ തന്നെ ഈ എപ്പിസോഡിലും നമുക്കുള്ളത്. ഒന്ന്, നാട്ടിൽ നിന്ന് കുവൈത്ത് സന്ദർശിക്കുന്ന ഡോക്ടർ മുഹമ്മദ് നജീബ്, അതുപോലെ തന്നെ ഫൈസൽ മഞ്ചേരി സാഹിബ്. രണ്ടുപേർക്കും ഈ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നജീബ് സാബ്, നിങ്ങൾ കുവൈത്തിലേക്ക് വരുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ അതെ അതെ. ഏകദേശം 15 വർഷം മുമ്പ് ഒരു വിസിറ്റിന് ശേഷമാണ് ഇത് രണ്ടാമത് കുവൈത്ത് സന്ദർശിക്കുന്നത്. എങ്ങനെ കാണുന്നു കുവൈത്തിനെ, അല്ലെങ്കിൽ കുവൈത്തിലെ പരിപാടികളെ, പ്രവർത്തനങ്ങളെയൊക്കെ? 2010 ഒരിക്കൽ വരാൻ സാധിച്ചിട്ടുണ്ട് കുവൈത്തിൽ. അന്ന് ഇത്രത്തോളം അടുത്ത് ഇവിടുത്തെ ജനങ്ങളെയും ഇവിടുത്തെ പ്രവർത്തനങ്ങളെയും കാണാൻ അല്ലെങ്കിൽ അടുത്തറിയാൻ സാധിച്ചിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വരവിൽ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇവിടുത്തെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ ഒരുപാട് മനുഷ്യരെ അടുത്തറിയാൻ സാധിച്ചു, അവരുടെ ചിന്തകൾ മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ സന്തോഷകരമായ ഒരു സന്ദർശനമായിട്ടാണ് ഈ ഒരു 8-9 ദിവസത്തെ ഞാൻ കാണുന്നത്. ശരി, നമ്മൾ ചർച്ചയിലേക്ക് നേരിട്ട് കടക്കുകയാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ, പ്രത്യേകിച്ചും കുടുംബ മൂല്യങ്ങൾ, തകർച്ച നേരിടുന്ന കുടുംബ വ്യവസ്ഥ, ഇതിനെയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ധാരാളമായി കടന്നു വരുന്ന ഒന്നാണ് ലിബറൽ കാഴ്ചപ്പാടുകൾ, ലിബറലിസം തുടങ്ങിയവ. എന്താണ് ശരിക്ക് ലിബറലിസം? ഇത്ര അപകടകരമാണോ ലിബറൽ ചിന്തകളും കാഴ്ചപ്പാടുകളും? ഇതാണ് നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യുന്നത്. നജീബ് സാഹിബ് എന്താണ് പറയാനുള്ളത്? കുടുംബം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു പരിണാമപരമായി ഉണ്ടായതോ ചരിത്രപരമായി ഉണ്ടായതോ ഒന്നുമല്ല. ദൈവം നൽകിയ വലിയൊരു അനുഗ്രഹമാണ് മനുഷ്യ സമൂഹത്തിന് കുടുംബം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് സമൂഹത്തിൽ വൃദ്ധരുടെ, കുഞ്ഞുങ്ങളുടെ, സ്ത്രീകളുടെ, സമൂഹത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവാണ് കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥ. അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ലോകത്ത് വേറെ നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ തകർച്ചയെക്കുറിച്ചാണ് നമ്മൾ ഏറ്റവും ഏറെ വേവലാതിപ്പെടേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇപ്പോഴത്തെ പല ട്രെൻഡുകളും നോക്കിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ തകർച്ചയിലേക്ക് നയിക്കുന്ന, മനുഷ്യരെ അനാഥമാക്കി മാറ്റുന്ന ഒരു തരത്തിലുള്ള മുന്നോട്ട് പോക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലിബറലിസം എന്നത് ഒരു ഐഡിയോളജി എന്നതിനപ്പുറം പ്രാക്ടിക്കലി മനുഷ്യരെ എങ്ങനെ, എന്തൊരു ഇമ്പാക്റ്റാണ് അവരിൽ ഉണ്ടാക്കുന്നത് എന്ന് നോക്കുമ്പോൾ കുടുംബത്തിൻ്റെ തകർച്ചയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് നമ്മൾ കാണുന്നത്. നമ്മൾ പറയുന്നത് മനുഷ്യർ അവരുടെ നന്മക്കായി ദൈവം തമ്പുരാൻ നൽകിയ ചില അതിരുകളും നിശ്ചയിച്ച അതിരുകളുമുണ്ട്. ആ അതിരുകളിൽ ഒതുങ്ങി ജീവിക്കുമ്പോഴാണ്, അതിരുകളുള്ള ജീവിതമാണ് മനോഹരമായ ജീവിതം. ആ അതിരുകളൊക്കെ പൊളിച്ചു കളയുകയും താന്തോന്നികളായ മനുഷ്യരെ മാറ്റുകയും അത്തരത്തിലുള്ള സ്വാതന്ത്ര്യവാദം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുമ്പോൾ മനുഷ്യ സമൂഹം മൊത്തത്തിൽ തന്നെ അതിൻ്റെ പ്രതിസന്ധി അനുഭവിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തിനല്ല നമ്മളെതിര്, അതിരുകളില്ലാത്ത, അല്ലേ? തീർച്ചയായിട്ടും വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. ഏതൊരു മനുഷ്യനും സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള അവകാശമുണ്ട്. അതോടൊപ്പം എല്ലാ സ്വാതന്ത്ര്യത്തിനും ഒരു പരിധിയുണ്ട്. അതൊരു രാഷ്ട്രം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും ഒരു സമൂഹം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും ഒക്കെ ആ പരിധി എല്ലാ മനുഷ്യരും പാലിക്കുമ്പോഴാണല്ലോ പറ്റുക. ആ പരിധി എടുത്തു കളയുമ്പോൾ മൊറാലിറ്റിയുടെ ഒക്കെ എല്ലാ അതിരുകളും ഭേദിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു സമൂഹത്തെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അരാജകത്വം അരങ്ങു വാഴുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇപ്പം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധിയാണ് മയക്കുമരുന്നിൻ്റെത്, കുടുംബ തകർച്ചയുടേത്. ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇതിൽ ഇപ്പോൾ ലിബറലിസം എന്ന് പൊതുവെ പറയുമ്പോൾ, ലിബറലിസം ഒരുപക്ഷെ 16-17 നൂറ്റാണ്ടുകളിലൊക്കെ അത് വരുമ്പോൾ അത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിനും മനുഷ്യൻ്റെ ചിന്തക്കുമൊക്കെ കൂച്ചുവിലങ്ങിട്ടിരുന്ന വ്യവസ്ഥിതികൾ, പൗരോഹിത്യം, ഇതിനെതിരേക്കുള്ള ഒരു പ്രതിഷേധമായിട്ട് വന്നതാണ്. ഒരർത്ഥത്തിൽ മനുഷ്യ സ്വാതന്ത്ര്യം ഉദ്ഘോഷിച്ചുകൊണ്ടാണ് അത് കടന്നു വന്നത് എന്ന് പറയാം. പക്ഷേ ഈ സ്വാതന്ത്ര്യത്തെ അതിൻ്റെ പരിധിക്കപ്പുറത്തേക്ക് കൊണ്ടുവന്നു എന്നതാണ്, അല്ലെങ്കിൽ പരിധിയില്ലാത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നജീബ് സാഹിബ് പറഞ്ഞതുപോലെ ഇപ്പോൾ അനുഭവിക്കുന്നത്. അവരുടെ മുദ്രാവാക്യം ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, അതൊന്നും അടിസ്ഥാനപരമായി എതിർക്കപ്പെടേണ്ട കാര്യങ്ങളല്ല. അതൊക്കെ മാത്രമല്ല, അന്നത്തെ കാലത്ത് മനുഷ്യർ വിശേഷിച്ച് മതത്തിൽ നിന്നൊക്കെ അകന്നു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എല്ലാ ചിന്തകളെയും കൂച്ചുവിലങ്ങിടുന്ന പൗരോഹിത്യത്തിൻ്റെ ഒരു വലിയ പിടിമുറുക്കുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മോചനം നേടി ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ, യഥാർത്ഥത്തിൽ മനുഷ്യനെ അള്ളാഹു പടച്ചിട്ടുള്ളത് സ്വതന്ത്രനായിട്ടാണ്, അവന് ചിന്തിക്കാനും അവന് മനസ്സിലാക്കാനും. എന്നിട്ട് ഫമൻ ഷാ അഫൽ യുമിൻ വമൻ ഷാ അഫൽ യക്ഫുർ, വിശ്വാസിയാവേണ്ടവന് വിശ്വാസിയാവാൻ, അല്ലാത്തവന്. പക്ഷെ ഈ സ്വാതന്ത്ര്യത്തിന് ഒരു ഭാരമുണ്ട്. യഥാർത്ഥത്തിൽ അതാണല്ലോ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഖുർആൻ
പഠിപ്പിക്കുന്നതനുസരിച്ച് മനുഷ്യൻ ഈ സ്വാതന്ത്ര്യം അവൻ ഏറ്റെടുത്തതാണ്. മറ്റ് ഒരു ഒരു സ്വതന്ത്ര ചിന്തയോ സ്വാതന്ത്ര്യമൊന്നുമില്ലാത്ത ഒരു ആട് അല്ലെങ്കിൽ പശു, അവർക്ക് വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കേണ്ടതില്ല, വേറെ ഒന്നിനെ കുറിച്ചും ബേജാറാകേണ്ടതില്ല. അതൊരർത്ഥത്തിൽ ഭാരമില്ലാത്തൊരു ജീവിതമാണ്. അങ്ങനെ നടന്നു കൊടുത്താൽ മതി. സൂര്യൻ, ചന്ദ്രൻ, അതിനൊക്കെ ഒരു വരച്ചിട്ടുള്ള വരയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാനേ പറ്റൂ. പക്ഷെ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് അവനത് ഏറ്റെടുത്തു, ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാരം, ആ അമാനത്ത്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ അവന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ യു ഹാവ് ടു ചൂസ്, യു ഹാവ് എ ചോയ്സ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ 2 വഴിയുണ്ട്, ഏതിലൂടെ പോകണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ നമ്മളുടെ മുമ്പിൽ അതൊരു ബാധ്യതയാണ്. ശരിയായ വഴിയിലൂടെ പോകണോ, തെറ്റായ വഴിയിലൂടെ പോകണോ, അപ് ടു യു. അതെ, അത് മനോഹരമായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം, ആദമിനെയും ഇണയെയും സൃഷ്ടിച്ചതിന് ശേം അവരോട് സ്വർഗത്തിൽ ഇഷ്ടംപോലെ ജീവിച്ചോളാൻ പറയാണ്, എല്ലാ ആസ്വാദനങ്ങളും അനുഭവിക്കാൻ പറയാണ്. അതേസമയം ഒരു പരിധി അവിടെ നിശ്ചയിക്കുന്നുണ്ട്. അല്ല തക്രബ ഹാദിഹി ഷജറത്ത, ഈ മരത്തോട് അടുക്കരുത്. അതൊരു ലിമിറ്റാണ്. ഈ അതിര് ഉണ്ടാകുമ്പോഴാണ് ലൈഫ് ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക എന്നാണ് ഖുർആൻ്റെ ഒരു കൺസെപ്റ്റ്. പിന്നെ ഈ അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം എന്നൊക്കെ പറയാനല്ലാതെ ഉട്ടോപ്പിയല്ലേ ശരിക്കും? അതായത് നിങ്ങൾക്ക് ലോകത്തെവിടെയും അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കാൻ കഴിയില്ല. രാജ്യത്തിൻ്റെ, സമൂഹത്തിൻ്റെ ഒക്കെ നിയമങ്ങൾ നിങ്ങളുടെ ചുറ്റും ഉണ്ടാവും. അത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ, ആ ബാരിയർ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പിടിക്കപ്പെടും. നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. ഒരർത്ഥത്തിൽ ഒരു അതിരുമില്ലാത്ത സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. മതം അല്ലെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് സുഗന്ധപൂരിതമാകാൻ, ജീവിതത്തെ മനോഹരമാക്കാൻ ആവശ്യമായ ചില അതിർവരമ്പുകളൊക്കെ നിശ്ചയിച്ച് നൽകുന്നു. അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാം, ഇല്ലെങ്കിൽ അരാജകത്വമായിരിക്കും. അപ്പോൾ ഈ ആണും പെണ്ണും എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ജൈവശാസ്ത്രപരമായ ഈ വ്യത്യാസങ്ങളെ തന്നെ ചോദ്യം ചെയ്ത്, ഇതൊക്കെയും ഒരു മനുഷ്യന്, നമുക്ക് പിന്നെ ബയോളജിക്കൽ സെക്സ് ഉണ്ടെങ്കിൽ പോലും ജീവിതവുമായി അതിന് ബന്ധമൊന്നുമില്ല. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ് എന്ന വാദങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അരാജകത്വത്തിലേക്ക് നയിക്കുന്ന ലിംഗവാദങ്ങൾ സജീവമാണ് നമ്മുടെ നാട്ടിൽ. എങ്ങനെയാണ് ഇത് കുടുംബഘടനകളെ ബാധിക്കുന്നത്? എന്താണ് നമ്മുടെ അതിനുള്ള കാഴ്ചപ്പാട്? ഇത് നമ്മൾ വെസ്റ്റേൺ വേൾഡിൽ മാത്രം നേരത്തെ കേട്ടിരുന്ന ജെൻഡർ ഇക്വാലിറ്റിയൊക്കെ ഇപ്പോൾ ഇങ്ങനെ കേരളത്തിലേക്കും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേരളത്തിലെ സ്കൂളിലടക്കം ഈ അടുത്ത സർക്കാരിൻ്റെ തന്നെ നമുക്കറിയാം. അവർ അതിനെക്കുറിച്ച് പറയുന്നത് ഒരു ന്യൂ കേരള തന്നെയാണ്, ഒരു പുതിയ കേരളത്തിൻ്റെ വർക്ക് എന്നുള്ള രീതിയിലാണ് അവർ ഈ കാഴ്ചപ്പാടുകൾ, ജെൻഡർ ന്യൂട്രൽ കാഴ്ചപ്പാടുകൾ കേരളത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പടിഞ്ഞാറൻ ലോകത്ത് സത്യം പറഞ്ഞാൽ അവരതിൻ്റെ റിട്ടാലിയേഷൻ, അതിൻ്റെ തിരിച്ചടികൾ നേരിടുകയും പുനഃപരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണുള്ളത്. എക്സാമ്പിൾ പറഞ്ഞാൽ സ്വീഡൻ, UK ഇത്തരം സ്ഥലങ്ങളിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ ഇതിനെതിരായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, അതിൻ്റെ തിരിച്ചു വരവരുള്ള ഒരു പാതയിലാണ്. കാരണം അവരൊക്കെ ജെൻഡർ ഡിസ്ഫോറിയൊക്കെ വളരെ പെട്ടെന്ന് വർദ്ധിക്കുന്നതായിട്ട്, അൺനാച്ചുറലായിട്ട് വർദ്ധിക്കുന്നതായിട്ട് അവർ കണ്ടെത്തുകയാണ്. കാരണം ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ജെൻഡർ അല്ലെങ്കിൽ സ്വന്തം സെക്സിനെതിരായിട്ട് ഒരാൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ, കുട്ടികൾക്കാണ് സാധാരണ അത് വരേണ്ടത്. പക്ഷേ അഡൽസിലും അത് വന്നു തുടങ്ങാണ്. വളരെ വലിയ ശതമാനം, ഇപ്പോൾ സ്വീഡനിൽ 1500% വർധനവുണ്ടായി എന്നാണ് സമീപകാലത്ത് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല, മറിച്ച് ഇത്തരം പ്രചരണങ്ങൾ നടത്തുകയും അതിനനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവരിപ്പോൾ UK തന്നെ ഏറ്റവും വലിയ ജെൻഡർ സർവീസ് ക്ലിനിക്ക് അടച്ചുപൂട്ടാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്താണ് കേരളത്തിലേക്ക് ഈ പുതിയ ട്രെൻഡുമായിട്ട്, ലിബറൽ കാഴ്ചപ്പാടുകളുമായിട്ട് ഇവർ വരുന്നത്. അവരൊക്കെ വലിച്ചെറിഞ്ഞ സാധനം, അതെ, വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ. കാരണം മനുഷ്യർ ഫാമിലിയുടെ വാല്യൂ അങ്ങേയറ്റം ഫീൽ ചെയ്യുന്ന ഒരു സമയത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ജപ്പാനിൽ റീസെൻ്റ് ആയിട്ട് ഒരു വലിയ ഇൻസിഡൻറ്റ് നടന്നു. അതായത് 10,000-കണക്കിന് മനുഷ്യർ ലോൺലി ഡെത്തിന് വിധേയമായി, അവരതിനെ വിളിക്കുന്ന പേര് കുഡോകുഷി എന്നാണ്. അതായത് വൃദ്ധരായ ആളുകൾ അവരുടെ ഫ്ലാറ്റുകളിൽ, അപ്പാർട്ട്മെൻറ്റുകളിൽ ആരും അറിയാതെ മരിച്ചു പോവാണ്. അതിൽ 5000-നടുത്ത് ഡെഡ് ബോഡികൾ ഒരു മാസത്തിലേറെ പഴക്കമുള്ളതാണെന്നാണ് പിന്നീട് കണ്ടെത്തിയത്. അപ്പോൾ കുടുംബഘടന തകരുമ്പോൾ സമൂഹത്തിലെ വൃദ്ധരായ മനുഷ്യരൊക്കെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോവാണെന്ന് ലോകം തിരിച്ചറിയുന്നു. അതാണല്ലോ ഇപ്പോൾ മറ്റേ റഷ്യയിലൊക്കെ LGBT വിരുദ്ധമായ ചില തീരുമാനങ്ങളൊക്കെ അവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് കുടുംബഘടനയെ നശിപ്പിക്കുന്നു. കുടുംബഘടനയാണ് മനുഷ്യൻ്റെ മുന്നോട്ട് പോക്കിന് അനിവാര്യം എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അൻവർ സാഹിബ് ചോദിച്ചത് തന്നെയല്ലായിരുന്നു? അതെ. അതായത് ഇപ്പോൾ സാധാരണഗതിയിൽ
പിന്നെ കുടുംബഘടന വേണ്ട എന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ പിന്നെ ഹോമോസെക്ഷൽ മാരേജ് അല്ലെങ്കിൽ ലിവിങ് ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ സാധാരണ പറയാറുള്ളത് ഇത് ഒരു മനുഷ്യന്റെ ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു ചർച്ച മാത്രമേ നമ്മൾ അതിൽ നടത്താറുള്ളൂ. അതെ അതെ അതെ. അതുപോലും അതിന്റെ ഒരു പ്രശ്നം മാറ്റിവെച്ചാൽ പോലും ശരിക്കും കുടുംബം, ഈ ഇണകൾ ഒരു പിന്നെ ആണും പെണ്ണും പുരുഷനും സ്ത്രീയും കേന്ദ്രബിന്ദുവായി ചേർന്ന് പിന്നീട് വികസിക്കുന്ന ഒരു കുടുംബം, നിങ്ങൾ പറഞ്ഞ പോലെ മാതാപിതാക്കൾ, മക്കൾ, സഹോദരി സഹോദരന്മാർ, അവർ തമ്മിലുള്ള പരസ്പര ബന്ധം, കൂടിച്ചേർന്ന് സഹവസിച്ചുള്ള ജീവിതം, ഇതൊക്കെ മനുഷ്യ ജീവിതത്തിന് അനിവാര്യമായി ഉണ്ടാക്കി തീർക്കുന്ന ഒരു ഫ്രെയിം വർക്ക് ഉണ്ടല്ലോ. ഇത് നഷ്ടപ്പെട്ടു പോകുമ്പോഴുള്ള സാഹചര്യം നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ ജപ്പാനിലെ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പോലെ പല ഭാഗത്തും ഇപ്പോൾ പിന്നെ വൃദ്ധന്മാർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ആ വൃദ്ധന്മാരായിട്ടുള്ള ആളുകൾ മാതാപിതാക്കളെ അവർ ഈ പ്രയോജനാത്മകവാദത്തിന്റെ വക്താക്കളൊന്നും അവരെ കൊണ്ട് ഇനി പ്രയോജനങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അവരെ ആ അർത്ഥത്തിൽ പിന്നെ അവഗണിക്കുകയും ചെയ്യുന്ന, സംരക്ഷിക്കേണ്ട ബാധ്യത, ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളുടെ വാദപ്രകാരം ഇല്ലാതെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഘടകങ്ങൾ മൊത്തത്തിൽ കുടുംബഘടനയെ അത് നശിപ്പിക്കുകയും കുടുംബത്തിന്റെ സംവിധാനങ്ങൾക്ക് പിന്നെ അടിവേരറുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ് ലോകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലേക്കും അത് തന്നെയാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. അതിൽ പിന്നെ ഇവിടെ ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ യഥാർത്ഥത്തിൽ മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഈ കുടുംബഘടനയിലാണ്. കുടുംബഘടനയെ നിങ്ങൾ പൊളിച്ചു കളഞ്ഞാൽ അത് മനുഷ്യവംശം തന്നെ ആണും പെണ്ണും ആണും പെണ്ണിനും കേന്ദ്രീകൃതമായിട്ട് കുടുംബത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ഹോമോസെക്ഷൽ കാഴ്ചപ്പാടിനെ നമ്മൾ എത്ര മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് സ്വീകരിക്കുകയാണെങ്കിൽ പോലും അതോടുകൂടി കുടുംബം എന്ന് പറയുന്ന ഒരു മുന്നോട്ട് പോക്കിനെ അവിടെ ഇല്ലാതെ ഇനി, അതായത് നിങ്ങളുടെ വരും തലമുറയെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യണം. നിങ്ങൾ ഇപ്പോൾ സെയിം സെക്സ് മാരേജിനെ അല്ലെങ്കിൽ ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ആളുകളൊക്കെ അതിലേക്ക് പോയാൽ വരും തലമുറ എങ്ങനെ ഉണ്ടാവും? അത് ഇസ്ലാം പഠിപ്പിക്കുന്നത് എല്ലാറ്റിനെയും ഇണകളായി സൃഷ്ടിച്ചു. ആ ഇണകൾ എന്ന കാഴ്ചപ്പാടിന് ഒരു പവിത്രതയും മഹത്വവും നൽകി. അത് പരസ്പരം ലൈംഗിക ബന്ധത്തിലും പരസ്പരം ഒന്നിച്ചു ചേരണമെങ്കിലും വിവാഹം എന്ന പുണ്യകരമായ ഒരു കർമ്മത്തിലൂടെ ആകണമെന്ന് കൽപ്പിച്ചു. അങ്ങനെയാകുമ്പോൾ അതിന് സമൂഹത്തിൽ ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹം ഉണ്ടാകുന്നു, ഉത്തരവാദിത്തമുള്ള ഒരു തലമുറ ഉണ്ടാകുന്നു. കാരണം ഇതൊരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ. അത് ഒരു കേവലം കരാറ് എന്ന് മാത്രമല്ല, ഇപ്പം അതിന് പകരമായി കൊണ്ടുവരുന്ന പല കാഴ്ചപ്പാടുകൾ, ലിവിങ് ടുഗദർ അല്ലെങ്കിൽ കൊഹാബിലിറ്റേഷൻ, സിറ്റുവേഷൻഷിപ്പ്, ഇത്തരം സംഗതികളിലൊന്നും തന്നെ ഒരു വാലിഡ് ആയിട്ടുള്ള അഗ്രിമെന്റ് പരസ്പരം ഇല്ല. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്ന് പറയുന്നത്, ആ വാഗ്ദാനത്തിന് എന്ത് വിലയാണുള്ളത്? അതേസമയം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ബലിഷ്ഠമായ കരാറാണ്. അറബിയിൽ അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മിസാഖൻ അലീല എന്നുള്ളതാണ്. അത്രയും ബലിഷ്ഠമായൊരു കരാറ്, ആളുകളുടെ സാക്ഷ്യം നിർവഹിച്ചുകൊണ്ട് ആളുകൾ സാക്ഷിയായിക്കൊണ്ട് രൂപപ്പെടുന്ന സമൂഹം അറിയുന്ന ഒരു കരാറ്. അപ്പോൾ അതിനെത്രത്തോളം വാല്യൂ ഉണ്ട് എന്നുള്ളത് നമുക്ക് നിലനിൽക്കുന്ന സിസ്റ്റത്തിൽ തന്നെ അറിയാൻ പറ്റുമല്ലോ. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പ്രവാചകന്മാരും അള്ളാഹുവും തമ്മിൽ ഉണ്ടാക്കിയ കരാറിനെ അള്ളാഹു മീസാഖ് ഖലീൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാരും അള്ളാഹു ഉണ്ടാക്കിയ ആ എഗ്രിമെൻറ്റ് സെയിം അതേ വാക്ക്, അതേ പദം തന്നെയാണ് പുരുഷനും സ്ത്രീയും കല്യാണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഈ നിക്കാഹ് എന്ന് പറയുന്ന ഈ ഉഖ്ദത്തുണ്ടല്ലോ, ഈ കരാർ, ഇതിനെയും അള്ളാഹു മീസാഖ് ഖലീൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു മഹത്വവും പവിത്രതയും ശക്തിയും എത്ര ഉണ്ടെന്ന് അതിന് മനസ്സിലാവും. അതിൻ്റെ കൂടെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും അതാണ് നമ്മൾ കാണുന്നത്. ആ കരാറിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ രണ്ടുപേരും പരസ്പരമുള്ള ബാധ്യത നിർവഹിക്കാൻ കടപ്പെട്ടവരാണ്, അല്ലേ? അങ്ങനെയാണ്. പക്ഷേ അതിൽ നിന്ന് ഉത്തരവാദിത്തത്തിൽ നിന്ന് തോളൊഴിയാൻ കഴിയില്ല. പലപ്പോഴും ഈ ലിവിങ് ടുഗദർ എന്നൊക്കെ പറയുന്ന യാതൊരു റെസ്പോൺസിബിലിറ്റി, ഒരു കുട്ടി ഉണ്ടായെന്ന് വിചാരിച്ചു, ആ കുട്ടിയുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട ബാധ്യതയില്ല, അതുമായി ബന്ധപ്പെട്ട് കരാറില്ല. അത് സ്ത്രീയാണ് അവിടെ സഫർ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ അമേരിക്കയിൽ നമ്മൾ ഫാദർലെസ് അമേരിക്ക എന്നൊക്കെ പറയുന്ന 4/1 കുട്ടികൾക്ക് അച്ഛനില്ല എന്നാണ് പറയുന്നത്. സിംഗിൾ പാരന്റ് ആണ്. സിംഗിൾ പാരന്റ് വൻഭൂരിപക്ഷവും സ്ത്രീകളാണല്ലോ. അപ്പൊ സ്ത്രീകളാണ് അൾട്ടിമേറ്റ്ലി അതുകൊണ്ട് സഫർ ചെയ്യുന്നത്. അപ്പൊ ഈ ബലിഷ്ഠമായ കരാറിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് സ്ത്രീകളാണ് ശരിക്കും പറഞ്ഞാല്. ശരിക്ക് ഇപ്പൊ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന വളർന്ന് പിന്നെ വരുന്ന തലമുറയിൽ സ്വാധീനം ചെലുത്തുന്നതായി പറയപ്പെടുന്ന ഈ ലിംഗ സ്വാതന്ത്ര്യത്തിന്റെ അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റിയുടെ ഈ വാദങ്ങളെ ഈ പശ്ചാത്തലത്തിൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? അതായത് നമ്മളിതൊക്കെ പറയുമ്പോൾ ആളുകൾ പറയാറുള്ളത് ഇസ്ലാം ലിംഗനീതി ഉറപ്പുവരുത്തുന്ന അല്ലെങ്കിൽ സമത്വം ഇസ്ലാമിലില്ല എന്നൊക്കെയാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുള്ളത്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഈ ലിംഗസമത്വം എന്ന് പറയുന്നത് അർത്ഥത്തിൽ ഒരു നീതിയുമായി ബന്ധിപ്പിച്ചാണ് ആ പദപ്രയോഗം നടത്തുന്നതെങ്കിൽ നമുക്ക് വിയോജിപ്പൊന്നുമില്ല. ഈക്വാലിറ്റി, ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്നത്. കാരണം ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് നടന്നൊരു പഠനം പറയുന്നത് 6500 ജീനുകൾ തന്നെ ഉള്ളത് മനുഷ്യ ശരീരത്തിൽ
ഈ ആണിനെയും പെണ്ണിനെയും വേർതിരിച്ച് കാണിക്കാനാണ്, അതിൻ്റെ എക്സ്പ്രഷൻ ഡിഫറൻ്റ് ആയിട്ട് കാണിക്കാനാണെന്നാണ്. അപ്പോൾ അത്രത്തോളം ഇത് ജെനുവനാണ്, റിയലാണ്, ബയോളജിക്കലാണ്. ആ വ്യത്യാസമുണ്ട്, അവരുടെ സ്വഭാവത്തിലുണ്ട്, അവരുടെ ശരീരഘടനയിലുണ്ട്, മസിൽ പവറിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കൂട്ടരും നിർവഹിക്കേണ്ട റോളുകളിലും സ്വാഭാവികമായും ജൈവികമായി തന്നെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ പുരുഷന് പ്രസവിക്കാൻ കഴിയില്ല, പുരുഷന് മുലയൂട്ടാൻ കഴിയില്ല, വ്യത്യാസങ്ങളുണ്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും ഈക്വലാക്കാൻ കഴിയില്ല. മറിച്ച് നമ്മൾ പറയുന്നത് രണ്ടുപേരുടെയും ശാരീരികവും മാനസികവുമായ സവിശേഷതകൾക്കനുസരിച്ച് ഉള്ള റോളുകൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അവസരവും ഒക്കെ അവർക്ക് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ ജെൻഡർ ജസ്റ്റിസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ ജെൻഡർ ജസ്റ്റിസ് രണ്ടുപേർക്കും കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുക, ആ രീതിയിലുള്ളൊരു കുടുംബ ഘടന ഉണ്ടാവുക, ഇതൊക്കെയാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട്. അതിന് നമ്മൾ ബേസ് ചെയ്യുന്നത് ദൈവിക മാർഗദർശനമാണ്. അവിടെ ഒരു ലീഡർ ഉണ്ടാവും. പുരുഷന്റെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ പുരുഷാധിപത്യമല്ല, നേരെ മറിച്ച് അവരുടെ കാര്യങ്ങൾ കൂടെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പരസ്പരം ചർച്ചകളിൽ അധിഷ്ഠിതമായ കൺസൾട്ടേഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു നേതൃത്വമാണ്. അത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഇൻജസ്റ്റിസ് ആയിട്ടാണ് ഇപ്പോൾ കാണിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇൻജസ്റ്റിസ് അല്ല, ജൈവികമായ പ്രത്യേകതകളും സവിശേഷതകളും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള റോൾസ് മാത്രമാണ് ആ നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരർത്ഥത്തിൽ ഈ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് അത് അപ്രായോഗികമാണ്, വേറെ ചില സന്ദർഭങ്ങളിൽ അത് പ്രായോഗികമാണ്. ഈ പ്രായോഗികമായ മേഖലകൾ ഏത്, അപ്രായോഗിക മേഖലകൾ ഏത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കിയാൽ പ്രശ്നം പരിഹരിച്ചു. ഇപ്പോൾ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങളിൽ ആണാവട്ടെ പെണ്ണാവട്ടെ നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്കൊക്കെ അള്ളാഹു ഒരു കുറവും വരുത്താതെ പൂർണ്ണമായും പ്രതിഫലം നൽകും. ആണ് ഒരു പണിയെടുത്താൽ കൂടുതൽ കൂലി, പെണ്ണ് അതേ പണിയെടുത്താൽ അവർക്ക് കുറവ് കൂലി, അങ്ങനെയുള്ള ഇസ്ലാമിലില്ല. അത് രണ്ട് ജെൻഡർ ആയതുകൊണ്ട്. പക്ഷേ ആണിന് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, സ്ത്രീക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അവരുടെ ബാധ്യതകൾ അവർ നിറവേറ്റുന്നത് അത് പറ്റില്ല, ഇനി മുതൽ പുരുഷൻ പ്രസവിക്കട്ടെ എന്നൊരു സ്ത്രീ തീരുമാനിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നജീബ് സാഹിബ് തന്നെ പറഞ്ഞ ഉദാഹരണം അതിൽ വളരെ മനോഹരമായ ഉദാഹരണമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു കമ്പനിയിൽ പുരുഷനും സ്ത്രീയും ജോലി ചെയ്യുന്നുണ്ട്. ഒരേ ജോലിയാണെങ്കിൽ അവർക്ക് ഒരേ ശമ്പളം കൊടുക്കുക എന്നുള്ളത് നീതിയാണ്. ഒരേ ജോലിയാണ് ചെയ്യുന്നത്, രണ്ടുപേരും ഒരേ ജോലി. പക്ഷേ സ്ത്രീ ഗർഭിണിയായാൽ അവർക്ക് പ്രസവാവധി കൊടുക്കുന്നുണ്ട്. അവർക്ക് പ്രസവാവധി കൊടുക്കുന്നത് 6 മാസമാണെങ്കിൽ നീതി അവിടെ സ്ത്രീക്ക് പ്രസവാവധി 6 മാസം കൊടുക്കുകയും പെറ്റേണൽ ലീവ് 10 ദിവസം കൊടുക്കുകയും ചെയ്യുന്നത് നീതിയാണ്. പക്ഷേ ഈക്വൽ ആകണമെന്നൊരാൾ ശഠിച്ചാൽ ഒന്നുകിൽ ഈ പുരുഷനും 6 മാസം പെറ്റേണിറ്റി ലീവ് കൊടുക്കണം, അല്ലെങ്കിൽ സ്ത്രീക്ക് 10 ദിവസം മെറ്റേണിറ്റി ലീവ് ചുരുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിർബന്ധിതമായി നിങ്ങൾ ഈക്വലാക്കിയാൽ ആർക്കാണ് നഷ്ടം? ആരോടാണ് അനീതി കാണിക്കുക? സ്ത്രീയോടാണ്. കാരണം അത് ഈ പ്രകൃതിപരമായ അവരുടെ ഈ സവിശേഷതകൾ പൊതുജീവിതത്തിലേക്കും പ്രായോഗിക ജീവിതത്തിലേക്കും വരുമ്പോൾ ചിലത് നമുക്ക് ഈക്വലാക്കാൻ പറ്റില്ല. അത് അവരുടെ പ്രകൃതിപരമായ, ഇപ്പോൾ നേരത്തെ നജീബ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ അവരുടെ വൈകാരികത, അവരുടെ ചിന്ത, അവരുടെ ഹോർമോണുകൾ, ഇതെല്ലാം പുരുഷൻ്റെയും സ്ത്രീയുടെയും വ്യത്യാസമാണ്. ഇവിടെ അവർ ജൈവികമായി നൈസർഗികമായി ചെയ്യേണ്ട റോളുകളെ മോശമായി ചിത്രീകരിച്ച് എന്തോ, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ സ്ത്രീകളെ നിങ്ങൾ പേറ്റുയന്ത്രങ്ങളാക്കുന്നു എന്ന് വെച്ചാൽ പ്രസവം ഒരു മോശമായ പണിയാണ്, മുലയൂട്ടലൊരു മോശമായ പണിയാണ് എന്ന് വരുത്തി തീർക്കുകയും എന്നിട്ട് അതിന്റെ മുകളിൽ വലിയ സിദ്ധാന്തങ്ങൾ പണിഞ്ഞിട്ട് ഇക്വാലിറ്റി ഇല്ല, ജസ്റ്റിസ് ഇല്ല എന്ന് പറയുകയും ചെയ്യാണ്. പക്ഷെ ഇസ്ലാം അതിനെ കാണുന്നത് അതൊക്കെ മഹത്തായ റോളുകളായിട്ടാണ് സത്യം പറഞ്ഞാല്. എന്നുവെച്ചാൽ ഈക്വാലിറ്റി എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത് പുരുഷന്മാരെന്ത് ചെയ്യുന്നുവോ അത് സ്ത്രീകൾ ചെയ്യുന്നതാണ് ഇക്വാലിറ്റി എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് ജൈവികമായ ഒരുപാട് അവകാശങ്ങളും അവരുടേതായിട്ടുള്ള പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ട് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സാധ്യതകളുണ്ട്. അതിനെ കൂടി ഫലത്തിൽ തള്ളിക്കളഞ്ഞ് പുരുഷന്മാർ ധരിക്കുന്ന വസ്ത്രമാണ് ഇപ്പൊ ഇനി ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നതിലൊക്കെ ഉപേക്ഷിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ പുരുഷന്മാർ ധരിക്കുന്ന വസ്ത്രം ധരിച്ചിട്ടാകുമ്പോഴാണ് സ്ത്രീകൾ സ്വതന്ത്രമാവുക എന്ന കാഴ്ചപ്പാട്, അല്ലെങ്കിൽ സ്ത്രീകൾ ഈ ഇക്വാലിറ്റിയിലേക്ക് കടന്നു വരിക, ഇതൊക്കെ കൃത്രിമമായി പുരുഷന് സമാനമായ ഒരു രീതിയിലേക്ക് സ്ത്രീകളെ നിർബന്ധിക്കുക. അതേസമയം എനിക്ക് തോന്നുന്നു നിങ്ങൾ പറഞ്ഞ പോലെ ഇസ്ലാം ശരിക്കും ജൈവികമായ പ്രത്യേകതകളെ കൂടി പരിഗണിച്ചിട്ട് അവർക്ക് അവസരവും സ്വാതന്ത്ര്യവും ഒക്കെ വകവെച്ചു കൊടുക്കുന്നതോടൊപ്പം ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളുടെ സാധ്യതകളെ നിലനിർത്തിക്കൊണ്ട് അതിനനുസരിച്ചുള്ള അവരുടെ പ്രിയോറിറ്റികളെയും ഒക്കെ പരിഗണിച്ച് ജെൻഡർ ജസ്റ്റിസ് ആണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്ന് പറയാൻ പറ്റും അല്ലെ, കൃത്രിമമായ ഇക്വാലിറ്റിക്ക് പകരം. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ സമൂഹത്തിലെ എല്ലാവരുടെ റോളുകൾ നിർവഹിക്കാനും പറ്റും, അവർക്കൊക്കെ നീതി കിട്ടുകയും ചെയ്യും. അതേസമയം അവർക്ക് ബാധ്യതകൾ ഉണ്ടായിത്തീരുകയും ചെയ്യും. ആ ബാധ്യതകൾ നിറവേറ്റണം എന്ന് വെച്ചാൽ ഇപ്പോൾ പറയും പോലെ സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പാടില്ല, അവർ അടുക്കളയിൽ തന്നെ തളച്ചിടപ്പെടണം, അങ്ങനെ ഇല്ല. ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടോ? പറയണം.
എന്ന് മാത്രമല്ല ഖുർആൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വളരെ വളരെ പ്രസക്തമാണ്. അത് ഈ ജെൻഡർ ഇക്വാലിറ്റി പറയുന്നവരുടെ മുമ്പിൽ ഖുർആൻ വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന. പലപ്പോഴും സമൂഹം വിസ്മരിക്കുന്ന ഒരു കാര്യം, അവർക്ക് അവകാശങ്ങളുണ്ട്, അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, അവർക്ക് ഒരേ സമയം ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളുണ്ട്. എന്നാൽ സ്ത്രീകൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ച് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ വിപരീതമാണ്. അവർക്കും അവകാശങ്ങളുണ്ട്. എന്നാൽ അവർക്ക് ഇപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിപരമായി തന്നെ അവർക്ക് കുട്ടികളെ വളർത്താനും കുട്ടികളോട് വാത്സല്യം. ഇപ്പോൾ പുരുഷൻ എത്ര ശ്രമിച്ചാലും അത് കഴിയില്ല. ഉമ്മ അല്ലെങ്കിൽ അമ്മ, മദർ എന്ന് പറയുന്നത് അത് അവർക്ക് അള്ളാഹു നിശ്ചയിച്ച, ദൈവം തമ്പുരാൻ നിശ്ചയിച്ചു കൊടുത്തൊരു സംഗതിയാണ്. അത് നിങ്ങൾ എത്ര ശ്രമിച്ചാലും ശരിക്കും വേണ്ടത് ഇതിനെ സാക്രിഫൈസ് ചെയ്യാതെ ജോലിയും ചെയ്യാനൊക്കെ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ജോലി ചെയ്യുന്ന സ്ത്രീക്ക് അവരുടെ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുപോകാനും അവരെ കളിപ്പിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ വേണം. പക്ഷെ അതിന് യാതൊരു ഊന്നലും നൽകുന്നില്ല. മറിച്ച് ജോലി ചെയ്യണം എന്നതിന് മാത്രം പ്രസക്തമായി കാണിക്കുകയും വർത്തി കാണിക്കുകയൊക്കെ ചെയ്യും. പുരുഷന്മാരുടെ സാഹചര്യങ്ങൾക്ക് അനുകൂലമാണ് ഒരുവിധം എല്ലാ ജോലി സാഹചര്യവും. അതെ അതെ അതെ. അതേസമയം സ്ത്രീകൾക്ക് കൂടി വരുമ്പോൾ അവരുടെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ കൂടി പരിഗണിച്ച് ജെൻഡർ ഇക്വാലിറ്റിയെ കണക്കാക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ സമൂഹം ഇപ്പോഴും ആ ഒരു ഓറിയന്റേഷനിലേക്ക് ചർച്ച ശരിക്കും കൊണ്ടുപോവുകയും ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നജീബ് സാഹിബ് നേരത്തെ സൂചിപ്പിച്ച സംഗതി തോന്നുന്നത് നമ്മുടെ ഈ സാമൂഹ്യ ജീവിതത്തിൽ വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാഴ്ചപ്പാട് സ്ത്രീകളും ജോലി ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥ. പുരുഷൻ ജോലി ചെയ്യുന്നു, അതുപോലെ തന്നെ സ്ത്രീകളും ജോലി ചെയ്യണം. എനിക്ക് അറിയാവുന്ന ഇപ്പോൾ പ്രൊഫസർമാരായിക്കൊണ്ടൊക്കെ ജോലി ചെയ്യുന്ന ചില സ്ത്രീകൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ജോലി ചെയ്യാതെ വീട്ടിൽ സമാധാനമായി കുട്ടികളെ നോക്കിയിരിക്കുകയാണെങ്കിൽ എന്തൊരു സന്തോഷമായിരിക്കും. ഇത് ഞങ്ങളും ജോലി ചെയ്യണം, ഭർത്താവ് ജോലി ചെയ്യുന്നുണ്ട്, പുറമെ സ്ത്രീയും ജോലി ചെയ്യണം, പുറമെ. അപ്പോൾ അവർക്ക് ഡബിൾ ബേർഡനാണ് വരുന്നത്. എന്നാൽ ഇവരുടെ വീട്ടിലുള്ള കുട്ടികളെ നോക്കൽ, വീട്ടിലെ കാര്യങ്ങൾ, ഇതെല്ലാം കൂടി എല്ലാവരും കൂടി ഷെയർ ചെയ്യൂ. വെറുതെ പറയാന്നല്ലാതെ ഷെയർ ചെയ്യൂ ഇല്ല. അവർ കുട്ടികളെ നോക്കുക എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്, കുട്ടികളെ മുലയൂട്ടുക, അവരെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇതും സ്ത്രീ ചെയ്യണം, പുറമെ പുറത്തു പോയി ജോലിയും ചെയ്യണം. അങ്ങനെ ഒരു സ്ത്രീക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇസ്ലാം അവർക്ക് അനുവാദം നൽകുന്നു എന്ന് മാത്രമല്ല, ആ സമ്പത്ത് അവരുടേതായി മാത്രം, അവർക്കതിൽ വേറെ ആർക്കും ചെലവഴിക്കേണ്ട ബാധ്യതയില്ല, അവരുടേത് മാത്രമായി അവരുടെ സ്വന്തം സമ്പത്തായി അവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ അവർക്ക് ബാധ്യതയില്ല, ഉത്തരവാദിത്തം. ജോലി ചെയ്തുകൊണ്ട് കുട്ടികളെ പോറ്റാൻ ഇസ്ലാം സ്ത്രീകളോട് ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ അതല്ലേ ഏറ്റവും കൂടുതൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാനുള്ള അതിനുള്ള അവസരം നിലനിൽക്കുന്നു. അതേസമയം അതിന്റെ നിർബന്ധിതാവസ്ഥ അവരുടെ മേൽ കെട്ടിവെക്കുന്നില്ല. പക്ഷെ പുരുഷനതുണ്ട്. അതെ, പുരുഷനാണ് കുടുംബത്തിന് വേണ്ടി ഏൺ ചെയ്യേണ്ടത്, അതിനുവേണ്ടി അവർക്കാണുള്ളത്. ഖുർആൻ പറയുന്ന വാലൽ മൗലൂദി, ഈ പിതാവിൻ്റെ ഉത്തരവാദിത്തമാണ് ഇവരുടെ ഭക്ഷണവും ഇവരുടെ വസ്ത്രമൊക്കെ, ഭാര്യയുടെ മക്കളുടെ. ഭാര്യയുടെ ഉത്തരവാദിത്തമല്ല ഭർത്താവിൻ്റെ ഭക്ഷണവും. ഭർത്താവിന് എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരു സ്ത്രീ ചോദിക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ കാശുണ്ട്, സമ്പത്തുണ്ട്, എൻ്റെ ഭർത്താവാണെങ്കിൽ ആകെ പാപ്പരായിട്ടുണ്ട്, ഞാൻ എൻ്റെ സക്കാത്ത് എൻ്റെ ഭർത്താവിന് കൊടുക്കട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചു കൊടുക്കുകയാണ്. കാരണം എന്താണ്, ഈ സ്ത്രീക്ക് ഭർത്താവിന് പോറ്റേണ്ട ചുമതലയില്ല. ഹൗസ് റെന്റ് ഡിവൈഡഡ് ബൈ 2 എന്നൊരു സംവിധാനം ഇല്ല. പോറ്റേണ്ട ചുമതല ഉണ്ടായിരുന്നെങ്കിൽ ആ സക്കാത്ത് അത് വിടൂല. കാരണം നിങ്ങളുടെ മക്കൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഈ ഗാമോഫോബിയ എന്ന് പറയുന്ന ഒരു ഫിനോമിനെ കുറിച്ച് ഇങ്ങനെ സർവേകളും റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ടല്ലോ. വിവാഹപ്പേടി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത് 2018 ശേഷം ഈ വിവാഹപ്പേടി കൂടി വരികയാണെന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺസ് അനലൈസ് ചെയ്യുന്ന കൂട്ടത്തിൽ അവർ പറയുന്നില്ല, കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ബാധ്യത, മാതാപിതാക്കളെ നോക്കാനുള്ള ബാധ്യത, അതൊക്കെ പെണ്ണുങ്ങളുടെ തലയിൽ, സ്ത്രീകളുടെ തലയിൽ മാത്രം വരുന്നു. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ വിവാഹത്തെ അവർ ഭയപ്പെടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പല കാരണങ്ങളിലൊന്ന് അതാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ അടുത്ത ഒരു വിഷയം കുറച്ചുകൂടി അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതായത് വിവാഹവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഒരു പേടി, വിവാഹത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് കാലം ഡിലേ ചെയ്യിപ്പിക്കുന്ന, ഫലത്തിൽ പിന്നെ വിവാഹം കഴിക്കുന്നില്ല എന്ന് പറയുന്ന സ്ത്രീകളുടെ എണ്ണം ധാരാളമായി വർദ്ധിക്കുന്നുണ്ട്, പുരുഷന്മാരും ഉണ്ട്. ധാരാളമായും സ്ത്രീകളുടെ ഇടയിൽ, പെൺകുട്ടികളുടെ ഇടയിലാണ് ഇത്തരം ഒരു മനോഗതി കൂടുതലായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇപ്പം നമ്മൾ ഇതൊക്കെ തത്വത്തിൽ നമ്മുടെ കുടുംബഘടനയുടെ മഹത്വവും അതുപോലെ അതിലുണ്ടായിരിക്കേണ്ട പിന്നെ ഗുണങ്ങളും അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ ഫലത്തിൽ നമ്മുടെ പ്രാക്ടിക്കലി നമ്മുടെ കുടുംബഘടനക്കകത്ത് ഇതേപോലെ നിലനിൽക്കാത്തത് ഇങ്ങനെയുള്ള വിവാഹത്തെക്കുറിച്ച് പേടി ഉണ്ടാക്കുന്നതിൽ
അല്ലെങ്കിൽ വിവാഹം വേണ്ട എന്ന പിന്നെ മനോഗതി വർദ്ധിക്കുന്നതിൽ കാരണമാകുന്നില്ലേ എന്നൊരു അന്വേഷണം കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്. അതിൽ പിന്നെ ഇപ്പോൾ ഇസ്ലാമിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, സാമൂഹ്യമായി സ്ത്രീകൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ അനുവദിക്കാത്തത് കൊണ്ട് അവരിൽ ഒരുതരം നിഷേധ മനോഭാവവും ഒരു റിബല്യനിസം എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ റിബലുകളായി മാറുന്ന ഒരവസ്ഥ കുറച്ചുണ്ട്. അങ്ങനെ കുടുംബഘടനയോട്, വിവാഹത്തോട്, ഇതിനോടൊക്കെ ഒരു വിരോധം, അതായത് അവർക്ക് കിട്ടേണ്ട റൈറ്റ്സ് കിട്ടുന്നില്ല. അപ്പോൾ അവർ കാണുന്ന കുടുംബത്തിൽ അത് ലഭിക്കുന്നില്ല. ഒരു ഉദാഹരണം, ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ലാ തുൻകഹുൽ ബിക്ർ, ഈ കന്യകകളായ സ്ത്രീകൾ കല്യാണം കഴിക്കപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ കല്യാണം നടത്താൻ പാടില്ല, ഹത്താ തുസ്തഇദന, അവരുടെ പെർമിഷൻ കിട്ടിയാലല്ലാതെ കല്യാണം ആലോചിക്കരുത്. ഇത് സ്ത്രീകളുടെ ഒരു അവകാശമാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയോട് കല്യാണം, ഒരു പുരുഷനെ കൊണ്ടുവരുന്നുണ്ട്, ഈ കുട്ടിയെ, ഈ പുരുഷനെ നിനക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ച് അവൾ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാലല്ലാതെ കല്യാണം നടത്തി കൊടുക്കരുത്. പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, കുടുംബങ്ങൾ അല്ലെങ്കിൽ രക്ഷിതാക്കളെ ഏതൊക്കെ ആളെ കൊണ്ടുപിടിച്ച് വരും, ഇത് നീ കല്യാണം കഴിച്ചിരിക്കണം എന്ന് പറയുന്നു. അതോടുകൂടി ഒരുതരം നിർബന്ധിതാവസ്ഥയിൽ അങ്ങനെ കല്യാണം നടക്കുന്നു, പിന്നെ അത് പരാജയത്തിലെത്തുന്നു. ശരിക്കും ഇവിടെ കല്യാണം, എനിക്ക് അയാളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് എന്ന് പറയേണ്ട അവകാശം, അധികാരം അള്ളാഹു ഈ പെൺകുട്ടി കൊടുക്കുകയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെൺകുട്ടി വരുന്നുണ്ട്, വന്നിട്ട് പറയാണ്, എൻ്റെ ഉപ്പ എനിക്കിഷ്ടമില്ലാത്തൊരു കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു, കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഖിയാറ് കൊടുത്തു എന്നാണ്, നിനക്ക് വേണമെങ്കിൽ അയാളെ ഒഴിവാക്കാം, അല്ലെങ്കിൽ നിനക്കത് സ്വീകരിക്കാം. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഞാനത് കല്യാണം റദ്ദ് ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല, ക്യാൻസൽ ചെയ്യുന്നില്ല, പക്ഷെ ഇനി വരുന്ന പെൺകുട്ടികൾ അറിയണം അവരുടെ അവകാശം, അവരുടെ റൈറ്റാണ്. ചരിത്രപരമായ ഒരു ഇടപെടലായിരുന്നത്. അതുകൊണ്ട്, കാരണം പെൺകുട്ടികൾ അവരുടെ ഇഷ്ടമില്ലാതെ രക്ഷിതാക്കൾ കല്യാണം കഴിച്ചു കൊടുത്താൽ അവർക്കത് തള്ളിക്കളയാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട് എന്ന് ഇനി വരാൻ പോകുന്ന പെൺകുട്ടികൾ അറിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്. അപ്പോൾ അവിടെ സ്ത്രീകളുടെ ഒരു അവകാശമാണ് കല്യാണത്തിൽ അവർക്കുള്ള ഒരു സേ എന്ന് പറയുന്നത്. പക്ഷെ ഈ സേ പലപ്പോഴും ഇപ്പോഴൊക്കെ കുറച്ച് വരുന്നുണ്ട്. മുമ്പത്തെ കാലത്തൊക്കെ പെണ്ണുങ്ങളോട് അഭിപ്രായം പോലും ചോദിക്കാറില്ല എന്നാണ് പറയുന്നത്. 1400 വർഷം മുമ്പ് കൊടുത്ത ഈ അവകാശം കുറെ കാലം വരെ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിപ്പോ ഫൈസൽ സാബ്, നിങ്ങളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യരായിട്ടുള്ള ആളുകൾ, ഏറ്റവും നല്ലവർ, സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ്. പക്ഷെ അത് മുസ്ലിം കുടുംബങ്ങളിൽ തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ? അത് കുട്ടികൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടോ? ഞങ്ങളുടെ വാപ്പമാർക്കും ഉമ്മമാർക്കും ഇടയിലൊക്കെ അത് കാണാൻ പറ്റുന്നുണ്ടോ? അതല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പുരുഷ മേധാവിത്വ പ്രവണതകളൊക്കെ കുടുംബത്തിലേക്ക് കയറി വരികയും തെറ്റായ ഒരു വിവാഹ ജീവിതത്തിന്റെ സാക്ഷ്യം അവർ കാണേണ്ടി വരികയും ചെയ്യുന്നില്ല? അത് അവരിൽ മടുപ്പുണ്ടാക്കുന്നുണ്ടാവില്ല. അതിൽ ഖുർആനൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഇസ്ലാമിക സംസ്കാരം എന്ന് പറയുന്നത് എത്ര മഹത്തരമാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പം നമ്മൾ നജീബ് സാഹിബ് നേരത്തെ സൂചിപ്പിച്ചു, ഈ കുടുംബഘടനയിൽ പുരുഷന് നേതൃസ്ഥാനം ഇസ്ലാം നൽകിയിട്ടുണ്ട്, ലീഡർ എന്നുള്ളത്. ഇപ്പോൾ ഈ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഖവ്വാമൂൻ, അവർ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഒരു ലീഡർ വേണം. പക്ഷെ അതേ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള മറ്റു പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വശാവിറുഹും ഫിൽ അംർ, ഇത് നേതാക്കന്മാരോട് മാത്രം പറഞ്ഞിട്ട് കാര്യമല്ല, അത് കുടുംബത്തിലെ ലീഡർക്ക് ബാധകമാണ്. അപ്പൊ നിങ്ങൾ കുടുംബത്തിലെ ഇപ്പോൾ അർരിജാലു ഖവ്വാമൂന അലന്നിസാ, ഇത് മാത്രമല്ലല്ലോ ഖുർആനിലുണ്ട്. അത് ശരിയാണ്, ഒരു കുടുംബത്തിന്റെ അവരുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന പുരുഷനാണ് കുടുംബത്തിന്റെ ലീഡർഷിപ്പ് റോളിലുള്ളത്. പക്ഷേ ആ കുടുംബ ലീഡറോടും കൂടി അള്ളാഹു പറയാണ് വശാവിർഹും ഫിൽ അംർ, ഭാര്യയോട്, കുട്ടികളോട്, മക്കളോട്, കുടുംബത്തോട്, ഇവരോടൊക്കെ ചർച്ച ചെയ്തിട്ടായിരിക്കണം ഈ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇത് നടക്കുന്നുണ്ടോ? അപ്പോൾ ഈ പറയപ്പെട്ട ഈ പുരുഷ മേധാവിത്വം നമ്മൾ കുടുംബത്തിൽ ഞാനാണ് അധികാരി എന്ന് വെച്ച് പഴയ പിന്നെ മനയിലെ അല്ലെങ്കിൽ ഇല്ലത്തെ തമ്പുരാക്കന്മാരെ പോലെ നമ്മൾ കുടുംബത്തിൽ പെരുമാറുമ്പോൾ ഈ കുടുംബഘടനയോട് ഒരു അതൃപ്തിയോ വെറുപ്പോ സ്വാഭാവികമായും ഉണ്ടാവുക എന്നത് വളരെ വലിയ. അതിൽ ഖുർആൻ പറയുന്നത് ആഷിറൂഹുന്ന ബിൽ മഅറൂഫ്. ഇപ്പോൾ നജീബ് സാഹിബ് പറഞ്ഞതുപോലെ സ്ത്രീകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങളിൽ ഖിയാറുക്കും ലിനിസാഇഹിം, അവരുടെ സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാരാണോ അവരാണ് അവരിൽ ഏറ്റവും പുരുഷോത്തമൻ എന്നാണ് പറയുന്നത്. പുരുഷോത്തമൻ ആരാ? പെണ്ണുങ്ങളോട് നന്നായി പെരുമാറുന്നവൻ എന്നാണ്. അതിൽ ഖുർആൻ പറയുന്നൊരു കാര്യം വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, അതും പുരുഷന്മാരോടാണ്. സ്ത്രീകളോട് നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം.
അസ അൻ തക്റഹു ഷൈഅൻ എന്ന ഖുറാൻ. നിങ്ങൾക്ക് ഒരു പക്ഷേ സ്ത്രീകളിൽ ഏതെങ്കിലും ഒരു സ്വഭാവം അവളത് പിടിച്ചില്ല എന്ന് വരാം. യജ്അലല്ലാഹു ഫീഹി ഖൈറൻ കസീറ എന്നുള്ള പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു സ്വഭാവം നിങ്ങളുടെ പ്രിയതമയിലുണ്ടെങ്കിൽ അത് നിങ്ങൾ സഹിക്കുന്നതിലൂടെ അള്ളാഹു ഒരുപാട് ഒരുപാട് ഖൈറ് നിങ്ങൾക്ക് നൽകുന്നുണ്ടാകുമെന്നാണ്. പുരുഷനോടാണ് ഈ പറയുന്നത്. അതായത് അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യേണ്ട ആവശ്യമില്ല. പെരുമാറരുത്. അതല്ല, ഒരാളും പൂർണ്ണരല്ലല്ലോ, എല്ലാവർക്കും കുറവുകളുണ്ടാവും. അതെ, നമ്മൾ പിന്നെ ഒരാളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അയാളെ അയാളായി മനസ്സിലാക്കിക്കൊണ്ട് അയാളെ ഉൾക്കൊള്ളുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളായി ശരിക്കും അവരെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഒരാളെ പൂർണ്ണ മനുഷ്യനായിട്ട് നമ്മുടെ മുമ്പിൽ കിട്ടിയാൽ സ്നേഹിക്കാം എന്ന് പറയുന്നതിന് അർത്ഥമല്ല, അങ്ങനെ ഒരു മനുഷ്യരുണ്ടാവില്ല. നേരത്തെ ചോദിച്ച അൻവർ സാഹിബ് ചോദിച്ച ചോദ്യത്തിന്റെ ഒരു സംഗതി, വിവാഹത്തോടെ എന്തുകൊണ്ട് റിപ്പൽഷൻ കാണിക്കുന്നു എന്ന് വെച്ചാൽ അതിന്റെ റീസൺസിൽ ഒന്നിതാണ്. രണ്ട്, തങ്ങളുടെ ഒരു ഫ്രീഡം നഷ്ടപ്പെടുന്നുള്ളൊരു പേടി അവർക്കുണ്ട്. തങ്ങളുടെ വ്യക്തിത്വം, ഫ്രീഡം, തങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ കരിഞ്ഞു പോകുന്ന ഒരു നാളെയാണ് വരുന്നത് എന്നൊക്കെയുള്ള പേടി അവർക്ക് വല്ലാതെ ഉണ്ട്. അതുപോലെ കുടുംബ ഭാരം ഞങ്ങൾക്ക് വഹിക്കാൻ കഴിയില്ല എന്നൊക്കെ കരുതുന്ന ആളുണ്ട്. പക്ഷെ ഷെയർഡായിട്ടാണ് അതൊക്കെ നിർവഹിക്കപ്പെടുന്നത് എന്ന ബോധ്യം ഉണ്ടെങ്കിൽ, നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന ഇണയും എൻ്റെ കൂടെ സ്പൗസും ഇതിൽ പങ്കുവഹിക്കുന്ന അറിയാമെങ്കിൽ, എൻ്റെ തലയിലേക്ക് മാത്രം വരില്ല എന്നറിയാമെങ്കിൽ ഒക്കെ അവർ മുന്നോട്ട് വരാൻ കൂടുതൽ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ വിവാഹം ഡിലേ ആകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക. ഒരു 35 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ആളുകളുടെ പ്രഗ്നൻസി പോലും റിസ്ക് പ്രഗ്നൻസി ആയിട്ട് മാറുകയാണ്. അവരുടെ ഏറ്റവും നല്ല ഫെർട്ടിലിറ്റി ഏജ് നഷ്ടപ്പെടുകയാണ്. ഇങ്ങനെ കുറേ അതുപോലെ പരസ്പരം പ്രണയിക്കാനുള്ളൊരു ഒരു ഘട്ടം തന്നെ അവർക്ക് നഷ്ടപ്പെടുകയാണ്. പ്രധാനപ്പെട്ട ഭാഗം. അതെ, സമൂഹത്തിൽ അതൊരു രാജകത്വ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുകയാണ്. അപ്പം ഇങ്ങനെ കുറേ നഷ്ടങ്ങൾ അതുകൊണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഈ വിവാഹ വൈകല്യം ഉണ്ട്. അതാണ് ഈ കേരളത്തിലെ ഗാമോഫോബിയ കൂടുന്നു എന്നൊക്കെ 2015 ശേഷം പറയാനുള്ള ആശങ്കകളായിട്ട് നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്നത്. പിന്നെ എനിക്കൊരു കാര്യം കൂടി തോന്നുന്നുണ്ട്. അതായത് പിന്നെ ഇപ്പോൾ ഒരു വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ഒരു പുരുഷനും സ്ത്രീയും അവരുടെ പിന്നെ വിവാഹത്തോടുകൂടി ഒരു പുതിയ കുടുംബമായി അല്ലെങ്കിൽ ഒരു ഇണകളായി അതിൻ്റെ ഒരു പ്രണയസുരഭിലമായ ഒരു സംഗതി രൂപപ്പെട്ട് വളർന്നു വന്ന് ആസ്വദിച്ച് സന്തോഷകരമായി സ്വതന്ത്രമായി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ കുടുംബഘടനകൾ ഇനിയും വികസിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒരു പുതിയ വീട്ടിലേക്ക് വരുന്നു, അവിടുത്തെ സാഹചര്യങ്ങൾ, മൊത്തം കൂട്ടുകുടുംബ വ്യവസ്ഥകളുടെ ഒരവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ളത് ഇതിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നതും ശരിക്കും ചർച്ച ചെയ്യാം. അതായത് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് തന്നെ ഖുർആൻ പറഞ്ഞ വജഅലബൈനക്കും മവദ്ദത്തും റഹ്മ എന്ന് പറഞ്ഞാൽ മവദ്ദത്തും റഹ്മത്തും അനുരാഗവും പ്രണയവും അടുപ്പവും കാരുണ്യൊക്കെ ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിന് പറ്റാത്ത ഇപ്പം നമ്മളിപ്പോൾ സത്യത്തിൽ ഇപ്പോൾ അറബ് നാടുകളിലൊക്കെ കാണാറുണ്ട്, കല്യാണം കഴിക്കണമെങ്കിൽ അവർക്ക് ഒരു വീട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റെങ്കിലും സ്വന്തമായി എടുക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കണ്ടീഷനായിട്ട് മനസ്സിലാക്കപ്പെടുകയും അങ്ങനെ ആകുമ്പോഴേ അവർ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന് അവർ കുറച്ചു കാലമെങ്കിലും അവർ ഒന്നിച്ച് അവരുടേതായ ഒരു ലോകത്ത് ഒരു ജീവിതം കെട്ടിപ്പടുത്ത് മുന്നോട്ട് വരുമ്പോഴാണ് പിന്നെ മറ്റുള്ള എല്ലാ സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കാൻ അവർക്ക് ഒരു സെറ്റ് എന്ന രൂപത്തിൽ ഒരു ഒന്നിച്ചുള്ളൊരു ഘടകം എന്ന രൂപത്തിൽ അതിന് കരുത്തുണ്ടാവുള്ളൂ. ഇതിലിപ്പോൾ ഖുർആനിൽ ഇപ്പോൾ സൂറത്തുർ റൂമിലെ 21-ാമത്തെ ആയത്തിൽ പറയുന്ന ഈ 3 വാക്ക് അതിൽ വളരെ പ്രധാനമാണ്. 1 സുക്കൂനാണ്, 2 മവദ്ദത്താണ്, 3 റഹ്മത്താണ്. ശരിക്ക് ഒരാൾ ഞാൻ സ്വതന്ത്രനായി നിൽക്കണമെന്നാഗ്രഹം, മനുഷ്യന് ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. അത് മനുഷ്യൻ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഒരു സോഷ്യൽ അനിമലാണ്. അവൻ്റെ ജീവിതം തന്നെ സാമൂഹ്യ ജീവിതമാണ്. ഒരാൾ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ പിന്നെ എന്താ വേണ്ടത്? എനിക്ക് തല ചായ്ക്കാൻ ഒരിടം, എനിക്ക് എൻ്റെ വിഷമങ്ങൾ ഇറക്കി വെക്കാൻ ഒരിടം, എൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഷെയർ ചെയ്യാൻ ഒരാൾ. ഇതാണ് ലിതസ്കുനു ഇലൈഹ എന്ന് പറഞ്ഞു. പുരുഷൻ സ്ത്രീയോടൊപ്പം, സ്ത്രീ പുരുഷനോടൊപ്പം. ശരിക്ക് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാപാത്രം മജീദ് പറയുന്നുണ്ടല്ലോ, ഒന്നും കൂടിച്ചേരുമ്പോൾ ഇമ്മിണി വലിയ ഒന്ന്. കണക്കിൽ 1 2 പക്ഷേ ജീവിതത്തിൽ 1 2 1 വലിയ ഒന്നാണ്. അത് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഖുർആൻ യാ മാഷറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ മാഷറ ശബാബ് മനിസ്തത മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്, ചെറുപ്പക്കാരികളെ കല്യാണപ്രായമായാൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന ആളുകൾ കല്യാണം കഴിക്കണം എന്ന് പറയാണ്. കല്യാണം കഴിക്കാതെ നടക്കുന്നത് വലിയ അബദ്ധമാണ് എന്ന് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അപ്പോൾ അതിന് വലിയ ഒരുപാട് തടസ്സങ്ങൾ. എനിക്ക് വലിയ ജോലിയില്ല, ഇപ്പം ഉള്ള ജോലി പോരാ, എനിക്ക് ഭയങ്കര വീടുണ്ടായിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തടസ്സങ്ങൾ വെച്ചുകൊണ്ട് അതിനെ ഡിലേ ചെയ്യിക്കുന്ന ഒരുപാട് സംഗതി. അവിടെ ഖുർആൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സാമ്പത്തികമായ കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് വിവാഹത്തെ നിങ്ങൾ ഡിലേ ചെയ്യിക്കരുത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയാണ്, അള്ളാഹു കല്യാണം കഴിച്ചാൽ അവർക്ക് കൂടുതൽ ഖൈറും ബർക്കത്തും സമ്പത്തും കൊടുത്തേക്കാം. അത് ഒരു വല്ലാത്ത സംഗതിയാണല്ലോ.
നിങ്ങൾ കല്യാണം കഴിക്കുന്നതോട് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. ആ ഉത്തരവാദിത്തം അള്ളാഹുവിനെ മുൻനിർത്തി സെറ്റിൽമെന്റിലേക്കുള്ള ഒരു മാർഗമാണ് വിവാഹം എന്ന് പറയുന്നത്. അപ്പോ ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു യുവതി യുവാക്കൾ കല്യാണം കഴിഞ്ഞ് അവർക്ക് ഒറ്റക്ക് കുറച്ച് സമയം ഇരിക്കാൻ, കുറച്ച് സമയം കളിക്കാൻ, കുറച്ച് സമയം ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ കൂടി ബാധ്യതയായിട്ട് മനസ്സിലാക്കും. നേരെ തിരിച്ചുള്ള കുറെ പ്രചരണങ്ങളുണ്ട്. ഇപ്പൊ സമീപകാലത്ത് ഫറൂഖ് കോളേജിലെ കുട്ടികൾ ബഹിഷ്കരിച്ച ഒരു സംവിധായകൻ ഉണ്ടായിരുന്നു. അയാൾ പറയുന്നത് വിവാഹം ഒരു ദുഷിച്ച വ്യവസ്ഥിതിയാണെന്നാണ്. എന്നിട്ട് അതിനുശേഷം പറയണം, എൻ്റെ സിനിമ കണ്ടിട്ട് ഒരു 10 വിവാഹമോചനങ്ങളിൽ നടന്നാൽ ഞാൻ വളരെ സന്തോഷവാനാണെന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഈ റീസെൻ്റ് ആയിട്ടുള്ള നമ്മൾ കണ്ടിട്ടുണ്ടാകും, ഒരു ദേശാഭിമാനി വാരികയുടെ കവർ പേജിൻ്റെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഡോൺ മാരി ബി ഹാപ്പി എന്നാണ്. ഇത്തരം പ്രചാരണങ്ങൾ സമൂഹത്തിൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ വിചാരിക്കുന്നത് പുരോഗമനപരം എന്താണ്, വിവാഹം കഴിക്കാതിരിക്കുക എന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതമൊന്നുമില്ല. ഈ പുരോഗമനം എന്ന് പറയുന്ന ഈ സംഗതിയെ ബഹുഭൂരിഭാഗം ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും മനുഷ്യ സമൂഹത്തിന്റെ അവസ്ഥ എന്നൊരൊറ്റ കാര്യം മതി ഒരു സംഗതി പുരോഗമനപരമോ നിലനിൽക്കാൻ അർഹതയില്ലാത്തുള്ള ഒരു സംഗതിയോ അല്ല എന്ന് മനസ്സിലാക്കാൻ. അതിന് ഈ ലിബറലിസത്തിന്റെ പ്രവാചകന്മാർക്ക് ആരോടെങ്കിലും പ്രത്യേകിച്ച് ഉത്തരവാദിത്വം, ഒരു കമ്മിറ്റ്മെന്റ്, അതാണ് പ്രശ്നം. മൈ ബോഡി മൈ റൈറ്റ് എന്നൊക്കെ കേൾക്കാൻ നല്ല സുഖമാണ്. എന്നാൽ എൻ്റെ ബോഡിക്ക് എൻ്റെ റൈറ്റ് ആണെങ്കിൽ എൻ്റെ ബോഡിക്ക് വാർദ്ധക്യം ബാധിക്കാൻ പാടില്ലല്ലോ, രോഗം ബാധിക്കാൻ പാടില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇത് ബോഡി എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അത് പടച്ചമ്പുരാന്റെ സൃഷ്ടിപ്പാണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് റെസ്പോൺസിബിൾ ആയിട്ടല്ലേ അതിനെ കാണാൻ കഴിയും. അതല്ല, ആ പ്രസ്താവന തന്നെ ഇപ്പോൾ മൈ ബോഡി മൈ ചോയ്സ്, എൻ്റെ ചോയ്സ് അല്ല എൻ്റെ ബോഡി, എൻ്റെ അവകാശങ്ങൾ. ഇപ്പോൾ ഞാൻ ഭൂമിയിലേക്ക് ജനിച്ചത് ഞാൻ തിരഞ്ഞെടുത്തിട്ടല്ല. അപ്പം എനിക്ക് ചോയ്സിന് പറ്റിയ ചില സംഗതികളുണ്ട്. അതിലല്ലാത്ത കാര്യങ്ങൾ എൻ്റെ ചോയ്സിന് അതിൽ യാതൊരു പ്രസക്തിയുമില്ല. വിവാഹത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ ചോയ്സ് അതൊരാൾക്ക് പറയാം, എന്റെ ചോയ്സാണ്. ഒരു പെണ്ണിന് പറയാം എന്റെ ചോയ്സാണ്. അതുപോലെ എന്റെ അഭിമാനം ശരീരം സംരക്ഷിക്കാനുള്ള റൈറ്റ് എനിക്കുണ്ട്. പക്ഷെ കല്യാണേ വേണ്ട, അതിനിപ്പോ എനിക്ക് ലിവിങ് ടുഗദർ മതി. അപ്പൊ അതോടുകൂടി പിന്നെ സമൂഹം ഇനി അടുത്ത തലമുറ എങ്ങനെ ഉണ്ടാവും? ഒരു നിയമങ്ങളും കല്യാണം കഴിക്കും, അത് എന്റെ വർഗത്തിൽപ്പെട്ട തന്നെ സെയിം സെക്സ് മതി, നിങ്ങൾ പറയണ്ട, എനിക്ക് ഇഷ്ടമുള്ളതാണ് ചെയ്യുക. ഇതൊക്കെ അവനവന്റെ ഇഷ്ടം. ഖുർആൻ പറയുന്നുണ്ടല്ലോ, അവനവന് തോന്നിയതാണ് എന്റെ ദീൻ, എന്റെ നിയമം, അതിനപ്പുറമുള്ള ഒരു നിയമവും എൻ്റെ മേൽ കെട്ടിവെക്കരുത് എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ വളരെ മനോഹരമായൊക്കെ അനുഭവപ്പെടുമെങ്കിലും അരാജകത്വം അല്ലാതെ സമൂഹത്തിൽ ലോങ് റണ്ണിൽ ഒന്നും ഉണ്ടാക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സമീപകാലത്തുണ്ടായ ഒരു ചേഞ്ച്, ഇപ്പോൾ എറണാകുളത്ത് ചുംബന സമരം നടന്ന ആ സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾ വീട്ടിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ പുറത്ത് ചെയ്യരുതെന്നാണ്. പക്ഷേ അതേ മുഖ്യമന്ത്രിയുടെ പാർട്ടി ഇപ്പോൾ ക്യാമ്പസിൽ ഒട്ടിച്ചു വെക്കുന്നത് പ്രണയത്തിന് ലിംഗാതിർത്തികൾ നിർണയിച്ചത് ആരെന്നാണ്. ലിംഗങ്ങളുടെ അതിർത്തികളൊന്നും വേണ്ട, ഏത് സെക്സുമായും എന്തും ആവാം എന്നുള്ളതാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് യഥാർത്ഥത്തിൽ അവർക്ക് ലിബറലിസത്തിനെതിരായിട്ട് നിൽക്കേണ്ട ശക്തികൾ പോലും അവർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ശരിക്കും ഈ ഉദാര ലൈംഗികതയൊക്കെ മുതലാളിത്തത്തിൻ്റെ ഒരർത്ഥത്തിൽ സൃഷ്ടിയാണ്. ശരിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ അതിനെതിരെ ശബ്ദിക്കേണ്ടവരാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ SFIയെ പോലുള്ള ഈ പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ ലൈംഗിക അരാജകത്തെ സപ്പോർട്ട് ചെയ്യാണ്. അതിനു വേണ്ടിയിട്ട് പോസ്റ്റർ ഇറക്കുകയാണ്. നമ്മളൊക്കെ നമ്മുടെ മക്കളെ, നമ്മുടെ ആൺകുട്ടികളെ, നമ്മുടെ പെൺകുട്ടികളെ ക്യാമ്പസിലേക്ക് വിടുമ്പോൾ, കാരണം അതൊരു ഈ അഡോൾസൻസ് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കാലമാണ്. ഈ കാലത്തിലേക്ക് നിങ്ങൾ ഒരു തരം ലൈംഗിക അരാജകത്വവാദം അങ്ങ് പ്രസരിപ്പിക്കുകയും അതിലേക്ക് കുട്ടികളെ ആകർഷിപ്പിക്കുകയും ചെയ്യുന്ന, നിങ്ങൾ മയക്കുമരുന്ന് കൊടുത്ത് കുട്ടികളെ അരാജകത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് പോലെ തന്നെയാണ് ഇതും. കാരണം അതിലും ആളുകൾ ലയിച്ചു പോവുകയും, അത് തിരക്കടില്ലല്ലോ പരിപാടി. പിന്നെ അവര് പറയുന്നത് ഹാം പ്രിൻസിപ്പിൾ അനുസരിച്ച് വേറെ ആർക്കും ഉപദ്രവമൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു സംഗതി ലോകത്തിൽ എല്ലാത്തിനും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ മയക്കുമരുന്ന് സ്വകാര്യമായിട്ടിരുന്ന ഒരാൾ അടിക്കുന്നു, വേറെ ആർക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ആ വ്യാപാരം നടന്നാലല്ലേ അയാളുടെ കയ്യിലേക്ക് മയക്കുമരുന്ന് എത്തുക. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ 10-20,000 കോടിയുടെ മയക്കുമരുന്ന് ഓരോ വർഷവും വരുന്നതാണല്ലോ കണക്ക്. അപ്പൊ അത് നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും എത്തുന്നു എന്നതാണ് നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇയാളിലേക്ക് മാത്രമല്ല എത്തുക, അത് ഒരുപാട് ആളിലേക്ക് എത്തും. അപ്പൊ അത് ഒരുപാട് വലിയ അപകടങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കും. അതെ, ഈ ഒരു വാദം ഇപ്പൊ ഈ ലിബറലിസ്റ്റ് ആശയങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ സാധാരണ പറയാറുണ്ട്, ഈ ഹാംഫുൾ ആയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരാൾക്ക് സ്വകാര്യമായി തെറ്റുകൾ ചെയ്യുന്നതിന് എന്താണ് കുഴപ്പം. പക്ഷെ അയാൾ സ്വകാര്യമായി ചെയ്യുമ്പോൾ അയാൾ ചെയ്യുന്ന തെറ്റിന്റെ ഇമ്പാക്ട് സമൂഹത്തിൽ ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ്. ഒന്ന് അയാൾ നാളെ ഉണ്ടാവും. ഇപ്പോ ഖുർആൻ പറയുന്നുണ്ടല്ലോ, നക്തുബുമാ ഖദ്ദമു ആസാറഹും, അവർ ചെയ്യുന്നത് മാത്രമല്ല അതിന്റെ ഇമ്പാക്റ്റുകളും നാം രേഖപ്പെടുത്തി വെക്കുന്നു. ഒരാൾ കള്ളു കുടിക്കുന്നു അല്ലെങ്കിൽ മയക്കുമരുന്ന് കുടിക്കുന്നു, അത് അയാൾ ആരും അറിയുന്നില്ല എന്ന്, പക്ഷെ അതുകൊണ്ട് അയാളുടെ ശരീരം നശിക്കുകയാണ്. അതുകൊണ്ട് അയാളുടെ ഭാര്യയ്ക്ക് അത് അഫക്റ്റ് ചെയ്യുന്നു, മക്കൾക്ക് അഫക്റ്റ് ചെയ്യുന്നു, സമൂഹത്തിൽ അഫക്റ്റ് ചെയ്യുന്നു.
അങ്ങനെ ഒരു തിയറി ശരിക്കും പ്രായോഗികമായി ഇല്ല എന്ന് തന്നെ പറയാം. ഇതിൻ്റെ ഒരു ബേസിക് ഇഷ്യൂ എന്താന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് ഏത് റോങ് ഏത് എന്ന് തീരുമാനിക്കാനുള്ള ഒരു ക്രൈറ്റീരിയ മനുഷ്യനുണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് ഇവർ ഇരുട്ടിൽ തപ്പുകയാണ്. പലർക്കും പലതും എന്താണോ ധാർമ്മികതയുടെ മാനദണ്ഡം എന്താണെന്നുള്ളതാണ് ബേസിക് ക്വസ്റ്റ്യൻ. അതിൽ പടച്ചവൻ ഉണ്ട് എന്ന് അംഗീകരിക്കുകയും പടച്ചവൻ ഒരു മാർഗദർശനം തന്നിട്ടുണ്ട്, അതാണ് ക്രൈറ്റീരിയ എന്ന് അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് മനുഷ്യ സമൂഹത്തിന് ശരിക്കും സഞ്ചരിക്കാൻ കഴിയുക യഥാർത്ഥ പാതയിൽ. അത് തിരിച്ചറിയാത്തടത്തോളം കാലം ഓരോരുത്തൻ്റെ ശരികൾ, ഓരോരുത്തൻ്റെ തെറ്റുകൾ, ഒരാളോട് ചോദിച്ചാൽ അത് തെറ്റെന്ന് പറയും, വേറൊരാളോട് ചോദിച്ചാൽ അത് ശരിയെന്ന് പറയും. ഇങ്ങനെയുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലിബറലിസ്റ്റ് ലോകം എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു അതാണ് നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞാൽ ബോട്ടം ലൈൻ എന്ന് പറയാവുന്നത്. ശരിക്കും അള്ളാഹു പറയുന്നത് അലാ ലഹുൽ ഖൽഖു വൽ അംർ, എക്സാക്ട്ലി പടച്ചത് അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹു പറയുന്നു ഇത് ശരി ഇത് തെറ്റ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ശരിയെന്ന് തോന്നിയേക്കാം, അത് വലിയ അർത്ഥമല്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ലിബറലിസ്റ്റുകൾ പല ആൾക്കാർ ഇപ്പോൾ ഈ പീഡോഫീലിയ ശരിയാണെന്ന് പറയുന്ന ആളുകളുണ്ട്, അതൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണെന്ന് പറയുന്ന ആളുകളുണ്ട്. വേറെ കൂട്ടർ ശരിയല്ല എന്ന് പറയും. അപ്പൊ ശരി ഏത് തെറ്റേത് എന്ന് മനുഷ്യൻ തീരുമാനിക്കാൻ. അവർക്ക് ഹോമോസെക്ഷുവാലിറ്റി ശരിയാണ്, നെക്രോഫീലി എത്തുമ്പോ ശരിയല്ല, ഇൻസെസ്റ്റ് എത്തുമ്പോ ശരിയല്ല. അതിനൊന്നും പ്രത്യേകിച്ച് വേറെ കാരണങ്ങളൊന്നുമില്ല. അപ്പൊ ശരിയേത് തെറ്റേത് എന്ന് നമ്മൾ മനുഷ്യർ തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ വേറെ മനുഷ്യൻ അത് ചോദ്യം ചെയ്യും. നിങ്ങൾക്ക് എന്താ അതിനുള്ള അർഹത? തെറ്റ് ശരി തീരുമാനിക്കാൻ എന്ന് ചോദിച്ചാൽ പക്ഷെ ഇവിടെ നമ്മൾ ഈ LGBT ഒക്കെ വലിയ സംവാദമായി നടക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇങ്ങനെയുള്ള പ്രയാസം അനുഭവിക്കുന്ന കുറേ മനുഷ്യർ സമൂഹത്തിലുണ്ട്. ജെന്യുവനായിട്ട് തന്നെ പ്രയാസം അനുഭവിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ അനുഭവിക്കുന്ന ഇത്തരം പ്രവണതകളുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരോടുള്ള സമീപനത്തിലും സമൂഹം മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. അവരോട് ജെന്യുവനായി സമീപിക്കുക, അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവരോട് സഹാനുഭൂതി പ്രകടിപ്പിക്കുക. നേരെ മറിച്ച് അവരെ ഇരകളാക്കി നടത്തുന്ന കള്ളനാണയങ്ങളെയും പൊളിറ്റിക്സിനെയും നമ്മൾ തിരിച്ചറിയുക. അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഒരു ലിബറൽ സമൂഹത്തെ കെട്ടിപ്പിടിക്കാനുള്ള ശ്രമങ്ങളെ നമ്മൾ തിരിച്ചറിയുക എന്നതാണ് വളരെ പ്രധാനമായിട്ടുള്ളതാണ് തോന്നുന്നത്. ഇപ്പൊ തന്നെ ഇപ്പോൾ ട്രാൻസ്ജെൻഡറുകളുടെ പേരിൽ നടത്തുന്ന സർജറികൾ ലക്ഷക്കണക്കിന് രൂപയുടെ ഒരുപാട് സാധാരണ നോർമൽ ശരീരം കീറിമുറിച്ച് ചെയ്യുന്ന സർജറികൾ, അതിൻ്റെയൊക്കെ റിസൾട്ട് എന്താണെന്ന് സീരിയസ് ആയിട്ട് പഠിക്കാനോ ചർച്ച ചെയ്യാനോ തയ്യാറാവുന്നില്ല. അങ്ങനെ നരകയാതന അനുഭവിച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ആളുകളെ പോലും നമ്മൾ കാണാണ്. അപ്പോൾ ഇതൊക്കെ ഇവരെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന റോങ് പൊളിറ്റിക്സിൻ്റെ ഇരകളായിട്ട് അവരെ തന്നെ മാറ്റുന്നതിന് സമാനമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെ സമൂഹത്തിൽ ചർച്ചാ വിഷയമാക്കേണ്ടത്. നേരെ മറിച്ച് ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും സമൂഹത്തിൽ നാട്ടി ഓടിക്കാനും ഒക്കെ തയ്യാറാവുന്നത് മനുഷ്യത്വ വിരുദ്ധമായിട്ട് കാണുകയും ചെയ്യണം എന്നാണ്. അവരുടെ മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി നമ്മളും തീർച്ചയായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യണം നമ്മൾ തിരിച്ചുവരവിൻ്റെ പാതയിൽ. പക്ഷെ ഇതിൻ്റെ ഈ ആത്യന്തികത്വമാണ് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അതായത് ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റാണ്. ഒരാൾ 10-18 വയസ്സാകുമ്പോൾ ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞാൽ ഒരാണ് പെണ്ണാവുന്നു, പെണ്ണ് ആണാണെന്ന് പറഞ്ഞാൽ ആണാവുന്നു. ഇതൊക്കെ ഒരു മൂക്ക് കീഴ്പോട്ടായ ഒരു മനുഷ്യന് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണെങ്കിൽ മറിച്ചും ചെയ്യാലോ. ഈ ഒരു ഇപ്പോൾ ജെൻഡർ ഫ്ലൂയിഡ് ആണെന്ന് ഇപ്പോൾ ബയോളജിക്കലി ഒരു കുട്ടി പെൺകുട്ടിയായ ഒരു കുട്ടിക്ക് തോന്നുകയാണ് ഞാൻ ആൺകുട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ആ തോന്നലിന് അതിനോട് അനുകൂലിച്ചു കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് പകരം നിന്റെ തോന്നൽ ശരിയല്ല, നീ ഒരു പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുമല്ലോ. അത് അയാളുടെ റൈറ്റ് ആണെന്നാണ് പറയുന്നത്. അതെ, അവിടെയാണ് ഇതിന്റെ പ്രശ്നം. എന്താണോ തോന്നുന്നത് അതാണ് ശരിയെന്നാണ്. അതിനെതിരെ പറയാൻ പാടില്ല, അല്ലെങ്കിൽ എതിരെ അവരെ ബോധവൽക്കരിക്കുന്ന പോലും. അതെ, അവര് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റ് ആണ് പറയുന്നെങ്കിൽ കൺവേർഷൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് അയാളെ എന്താ പറയാ ക്രിമിനലൈസ് ചെയ്യാനുള്ള അവരെ വിചാരണ കൊണ്ടുവരാനുള്ള എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു തോന്നിവാസി സമൂഹത്തെ എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള തോന്നിയാസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ തോന്നിയതുപോലെ ചെയ്യാമെന്ന് പറയുന്നത് സമൂഹത്തിൽ എന്തുമാത്രം അരാജകത്വം സൃഷ്ടിക്കും. ഇത് പറയുന്ന ആൾക്ക് തന്നെ അത് പ്രയോഗവൽക്കരിക്കാൻ കഴിയുമോ? അവരുടെ വീട്ടിൽ പറ്റുമോ? സമൂഹത്തിൽ പറ്റുമോ? നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ ഇപ്പോൾ പെണ്ണാൻ തോന്നുകയാണ്, എന്നാൽ പെണ്ണ് പോലെ രണ്ടാഴ്ച നടക്കാം, കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ആണാണെന്നവൻ ആണിനെ പോലെ നടക്കാം, പെണ്ണുങ്ങളുടെ കൂടെ നടക്കാം. ഇതൊക്കെ എന്തുമാത്രം അബദ്ധജടിലമായ വാദങ്ങളാണ്. ഓക്കെ, നമ്മുടെ ചർച്ച ഒരു സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. നമ്മൾ ഈ ഒരു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് വളരെ പ്രസക്തമായ തണലാണ് കുടുംബം എന്ന ഒരു തലക്കെട്ടിൽ ഈ ഒരു ക്യാമ്പയിൻ നടത്താൻ KIG കുവൈത്ത് തീരുമാനിച്ചിട്ടുള്ളത്. എന്താണ് നമ്മൾ ഈ ചർച്ച സമാഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താണ് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നത് ഇതിന് 2 തലങ്ങളുണ്ടെന്നാണ്. ഒന്ന്, അള്ളാഹുവും പ്രവാചകനും കാണിച്ചു തന്ന മാർഗദർശനങ്ങൾ അനുസരിച്ച് നമ്മുടെ കുടുംബത്തെ മനോഹരമായി ആസ്വദിക്കാൻ വിശ്വാസികളെ സമൂഹത്തെ പര്യാപ്തമാക്കി തീർക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു വശം.
രണ്ടാമത്തത് ലിബറൽ ഭാഗത്തു നിന്നൊക്കെ കുടുംബത്തിന് നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ, തെറ്റായ പ്രചാരണങ്ങളെ, കുടുംബം തകർക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കുക എന്നതുമാണ്. അപ്പോൾ ഈ രണ്ട് ആസ്പെക്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു വളരെ ക്രിയാത്മകമായ ഒരു കുടുംബവും സമൂഹവും കെട്ടിപ്പടുക്കാനുള്ള ഒരു ശ്രമമായിട്ട് ഈ ക്യാമ്പയിനെ മാറ്റാൻ കഴിഞ്ഞാൽ അത് കാലഘട്ടത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സംഭാവനയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ പരസ്പരം താങ്ങും തണലും സന്തോഷവും സമാധാനവും ഒക്കെ കളിയാടുന്ന ഇടങ്ങളാക്കി മാറ്റാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക. യഥാർത്ഥത്തിൽ കുടുംബം സ്വർഗമാക്കുന്നതും നരകമാക്കുന്നതും നമ്മൾ തന്നെയാണ്. നമ്മൾ വിചാരിച്ചാൽ കുടുംബത്തെ സ്വർഗമാക്കാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ലി തസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് സുക്കൂൻ കണ്ടെത്താൻ. അതിന് അള്ളാഹു 2 മാർഗങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ പ്രണയാതുരമായി സ്നേഹത്തോടുകൂടി ഇണയോട് പെരുമാറുക. ഒപ്പം ഇണക്കെന്തെങ്കിലും പറ്റിയാൽ, പ്രയാസം അനുഭവിക്കുമ്പോൾ കാരുണ്യത്തോടുകൂടി അതിനെ അഡ്രസ്സ് ചെയ്യുക. ഇത് സമൂഹത്തിൽ നിങ്ങൾക്ക് ശാന്തതയും സുക്കൂനും കൊണ്ടുവരും. അതോടൊപ്പം തന്നെ ഇതിന് അവസാനമായി എനിക്ക് പറയാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥന നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാത്തിന ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. ഒരു ഭർത്താവിന് ഭാര്യയെ കാണുമ്പോൾ സന്തോഷം തോന്നണം. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണുമ്പോൾ സന്തോഷം തോന്നണം. മനസ്സിലൊരു കുളിർമ വരണം. മക്കളെ നോക്കുമ്പോൾ എന്തൊരു സന്തോഷം, അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയണമെങ്കിൽ അള്ളാഹു പറയാണ്, നിങ്ങൾ ഓരോരുത്തരും മറ്റ് നല്ലവർക്ക് മാതൃകയാകണം. അപ്പോൾ മാതൃകയാകുമ്പോൾ നമുക്ക് നമ്മുടെ ഇണയിൽ നിന്ന് സന്തോഷം കിട്ടും, നമ്മുടെ മക്കളിൽ നിന്ന് സന്തോഷം കിട്ടും. പടച്ചവനോട് നിരന്തരം പ്രാർത്ഥിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, ഇത്തരം പശ്ചാത്തലത്തിലാണ് വളരെ കാലിക പ്രസക്തമായ ഒരു തലക്കെട്ട് മുന്നിൽ വെച്ച് തണലാണ് കുടുംബം എന്ന ക്യാമ്പയിൻ KIG കുവൈത്ത് സംഘടിപ്പിക്കുന്നത്. ഈ ക്യാമ്പയിനിൻ്റെ ഭാഗമായി ഈ ഇവിടെ പറഞ്ഞ വ്യത്യസ്ത വിഷയങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടുള്ള ധാരാളം പരിപാടികൾ കുവൈത്തിലെ പ്രവാസി സമൂഹത്തിനു മുമ്പിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശക്തമായ, ഏറ്റവും കരുത്തുള്ള, പ്രണയസുരഭിലമായ, സമൂഹത്തിന് ഗുണകരമായ ഒരു ഫ്രെയിം വർക്കിൽ രൂപപ്പെടുത്തപ്പെട്ടിട്ടുള്ള കുടുംബം ഉണ്ടാക്കിയെടുക്കാനും അതിനെ ആ രൂപത്തിൽ പരിവർത്തിപ്പിക്കാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.